ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ബെഡ് റെസ്റ്റ് ആവശ്യമാണോ? മിക്കവരുടെയും ഒരു സംശയമാണിത്. കാൽമുട്ട് മാറ്റിവെക്കൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ അവരെ നടത്തിക്കുന്നു ഒരു വാക്കറിൻ്റെ സഹായത്തോടുകൂടി. 6 ആഴ്ച എത്തുമ്പോഴേക്കും വാക്കർ ഇല്ലാതെ തന്നെ സ്വതന്ത്രമായി നടക്കാൻ അവർ പ്രാപ്തരാകുന്നു. പൂർണ്ണ ബെഡ് റെസ്റ്റ് എടുക്കുന്നതിലൂടെ വരാവുന്ന പ്രശ്നങ്ങൾ നമുക്കിതിലൂടെ മറികടക്കാൻ സാധിക്കും. ഡീപ്പ് വെയിൻ ത്രോംബോസിസ് അല്ലെങ്കിൽ കാലുകളിലെ രക്തധമനികളിൽ രക്തം കട്ടപിടിക്കുന്നത്, ജോയിൻറ്റ് സ്റ്റിഫ്നെസ് കാൽമുട്ടിൻ്റെ വഴക്കം കുറയുന്നത്, മസിൽ അട്രോഫി കാൽമുട്ടിൻ്റെ മാംസപേശികൾക്ക് ബലക്കുറവ് സംഭവിക്കുന്നത്. ഡേ 1 മുതൽ മൊബിലൈസ് ചെയ്യുന്നതിലൂടെ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മറികടക്കാൻ സാധിക്കുന്നു. എപ്പോഴാണ് ഞാൻ എൻ്റെ കാൽമുട്ട് മാറ്റിവെക്കേണ്ടത്? മിക്കവരുടെയും ഒരു സംശയമാണ്. എനിക്ക് 60 വയസ്സേ ആയിട്ടുള്ളൂ, ഞാൻ 70 വയസ്സാകുമ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ മതിയോ? എനിക്ക് 75 വയസ്സായി, ഇനി ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ പ്രായം വെച്ച് മാത്രമല്ല നിങ്ങൾക്ക് കാൽമുട്ടിൻ്റെ ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർ പറയുന്നത്. കാൽമുട്ടിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് കൊണ്ട് നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ട് വരിക, അസഹനീയമായ വേദന ഉണ്ടാവുക, ദൈനംദിനം ജീവിതത്തിലെ കാര്യങ്ങൾ വരെ ബുദ്ധിമുട്ടിലാകുക, വേദന സംഹാരികൾ കഴിച്ചിട്ടും ഫലമില്ലാതിരിക്കുക, കാലുകൾ വളഞ്ഞു പോവുക, നിങ്ങളുടെ കാൽമുട്ടിൻ്റെ എക്സ്റേ കാണുമ്പോൾ ഗ്രേഡ് 4 ആർത്രൈറ്റിസ് ഉണ്ടെന്നും നിങ്ങൾക്ക് കാൽമുട്ടിന് ഓപ്പറേഷൻ വേണമെന്നും അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്. അത് നിങ്ങൾക്ക് 65-ാമത്തെ വയസ്സിലാണെങ്കിൽ നിങ്ങൾ 65-ാമത്തെ വയസ്സിൽ മുട്ട് മാറ്റി വയ്ക്കണം. അത് നിങ്ങൾക്ക് 75-ാമത്തെ വയസ്സിലാണെങ്കിൽ 75-ാമത്തെ വയസ്സിൽ മുട്ട് മാറ്റി വയ്ക്കണം.